വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ ബാറാണ്. മാംഗോ ബാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ സമ്മറിൽ എപ്പോഴും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് മാംഗോ ബാർ. അപ്പോൾ ഇത് നമ്മൾ പ്യോർ മാംഗോൻ്റെ ബാറല്ല ഉണ്ടാക്കുന്നത്, ഒരു മിൽക്ക് ഫ്ലേവേർഡാണ്. അതിന് വേണ്ടി ഇതാ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. 250 ml വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഇത് വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് നേരത്തെ കാട്ടും നമ്മളിത് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് 1 മിനിറ്റ് നേരം നമ്മളിത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്, പഞ്ചസാര. 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇത് ഫൈൻ ഷുഗറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫൈൻ ഷുഗർ അല്ല എന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 1/2 കപ്പ് ഫൈൻ ഷുഗറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വനില എസൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ വനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് സ്റ്റിഫ് ആവുന്നത് വരെ കേട്ടോ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കണം. നമുക്കിനി ഇതിലേക്ക് മാംഗോ പൾപ്പാണ് റെഡിയാക്കേണ്ടത്. അപ്പം ഞാനിവിടെ പൾപ്പാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു പൾപ്പാണ് എടുക്കുന്നത്. നിങ്ങൾ മാംഗോ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്ത ക്രീം ഫ്രീസറിലേക്ക് മാറ്റാൻ മറക്കരുത് കേട്ടോ. ഇതൊരു 250 ml പാക്കാണ്, മാംഗോ പൾപ്പിൻ്റെ പാക്കാണ്. ഇനി നിങ്ങൾ മാംഗോ ആണ് എടുക്കുന്നതെങ്കിൽ മാംഗോ എടുത്തിട്ട് അത് നമ്മൾ വെള്ളമില്ലാതെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല മധുരമുള്ള മാംഗോ എടുക്കാൻ ശ്രദ്ധിക്കുക. അതേമാതിരി നാരുകൾ അധികം ഇല്ലാത്ത മാംഗോ എടുക്കാനും ശ്രദ്ധിക്കുക. അത് വെള്ളമില്ലാതെ നല്ലപോലെ അടിച്ചെടുത്ത് തണുപ്പിക്കാൻ വെക്കണം. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം പിന്നെ ഇതുപോലെ എടുത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പൾപ്പ് നമുക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രീം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മാംഗോൻ്റെ പൾപ്പ് റെഡിയാക്കാനാണ് പോകുന്നതെങ്കിൽ ക്രീം ബീറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക. അതിനുശേഷം മാംഗോ പൾപ്പ് റെഡി ആയതിനു ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് കുറേശ്ശെ ഒറ്റയടിക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യരുത്. കുറേശ്ശെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയിൽ കുറേശ്ശെ പൾപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കംപ്ലീറ്റ് പൾപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മാംഗോ ബാറിൻ്റെ എല്ലാ പണിയും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൗൾഡിലേക്ക് ഒഴിച്ചിട്ട് സെറ്റാക്കാനുള്ളൊരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മൗൾഡിലേക്ക് ഒഴിക്കാം. ഇതാണ് നമ്മൾ ബാർ ഉണ്ടാക്കുന്ന മൗൾഡ്. അപ്പോൾ ഈ ഒരു മൗൾഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാതിരിക്കൊന്നും വേണ്ട. നമ്മുടെ കയ്യിലൊരു ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുണ്ടാക്കാം. ഡിസ്പോസിബിൾ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് കുത്തി വെച്ച് കൊടുത്താൽ മതി. സെൻറ്ററിലേക്ക് നമ്മൾ നല്ലപോലെ ഇറക്കി വെച്ച് കൊടുക്കണം. പിന്നെ അത് ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ പുറത്തേക്ക് ഊരിയെടുക്കാൻ ട്രൈ ചെയ്യേണ്ട. പകരം ഡിസ്പോസിബിൾ ഗ്ലാസ് കീറിയെടുത്താൽ മതി, അത് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് മൗൾഡ് ഇല്ലാതെ തന്നെ ഡിസ്പോസിബിൾ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് മാംഗോ ബാർ ഉണ്ടാക്കാം. മാംഗോ ബാർ മാത്രമല്ല ഏത് ഐസ്ക്രീം ബാസും ഉണ്ടാക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മൗൾഡിലേക്കൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ഐസ്ക്രീംസ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മാംഗോ ബാറിൻ്റെ എല്ലാ പരിപാടികളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. ഇതിവിടെ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു രാത്രി കംപ്ലീറ്റ് ഫ്രീസ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു രാത്രി കംപ്ലീറ്റ് നമ്മളിത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു സാധാ നോർമൽ വാട്ടറിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ വേണ്ടത്. പിന്നെ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സമയത്ത് കംപ്ലീറ്റ് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ ശ്രദ്ധിക്കുക. മുകളിലേക്കല്ല, അതിൻ്റെ മാംഗോ ബാറിൻ്റെ ലെങ്ത്ത് കംപ്ലീറ്റ് ഇറങ്ങി നിൽക്കാൻ ശ്രദ്ധിക്കുക. ഇതങ്ങനെയല്ല നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പൊട്ടാതെ കിട്ടും. ഇത് പൊട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ പൊട്ടാൻ ചാൻസ് കൂടുതലാണ് പകുതി മാത്രം ഇറക്കി വെച്ചാൽ. അപ്പോൾ ഇവിടെ നമ്മുടെ മാംഗോ ബാറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. So see you next video. Till then, take care and bye bye.